നല്ലൊരു നാടൻ കറി കൂട്ടി ചോറ് കഴിക്കണോ ദേ ഇതുപോലെ വെച്ചോളൂ. ഈ ഒരു ടൈപ്പിൽ പല വിധത്തിൽ വെക്കാൻ പറ്റുന്ന കറികളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പരിപ്പും പിന്നെ ചൗചൗ എന്നൊരു വെജിറ്റബിളാണ്. അത് വളരെ പോഷകഗുണമുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിപ്പ് 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ട് ഇത് 2 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ചൗചൗ. ഈ വെജിറ്റബിളിൻ്റെ തൊലിയൊന്ന് കളയണം. അതിനുശേഷം ഇതുപോലെ ആ കുരു ഉള്ള ഭാഗം കൂടെ കളഞ്ഞെടുക്കാം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി ഇത് വേറെ ഒരു മൺകലത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പച്ചമുളക് അല്ലെങ്കിൽ 1 പച്ചമുളക് ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് 1/2 കപ്പ് വെള്ളം ഇത് ചേർത്ത് വേവിച്ചെടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ, 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചവിടെ വയ്ക്കാം. അപ്പോൾ ഈ വെന്ത ചേരുവയിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് വേവിക്കുമ്പോൾ ചേർത്താലും മതി. അപ്പോൾ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ആ പരിപ്പും ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഒരു ഭയങ്കര ലൂസാവരുത് കേട്ടോ. ഒരു പാകത്തിനുള്ളൊരു അധികം ലൂസും അല്ല അധികം തിക്കുമല്ല, ആ ഒരു വിധത്തിൽ. തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഇത് പുറത്തിടാനായിട്ട് നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം, വറ്റൽമുളക് പൊട്ടിക്കാം, പിന്നെ വേപ്പിലയും കൂടെ മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. കുറച്ച് കൂടുതൽ നമ്മൾ ചോറ് കഴിച്ചു പോവും. അങ്ങനെ ഒരു സ്പൈസി ആയിട്ടുള്ള ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ കറി.